10 ദിവസം മുൻപ് തൃശൂർ കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണിയിലെ ലോഡ്ജിൽ വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമുടിക്കുന്ന് മുട്ടപ്പുഴ സ്വദേശി അരിമ്പിള്ളി വീട്ടിൽ ആൻഡോ, ഭാര്യ ജിസു എന്നിവരാണ് മരിച്ചത്. ജൂൺ 22 മുതലാണ് ഇവരെ തിരുമുടിക്കുന്നിലെ വീട്ടിൽ നിന്നും കാണാതായത്. 10 ദിവസം മുൻപ് തിരുമുടിക്കുന്നിലെ വീട്ടിൽ നിന്ന് കാണാതായ ആൻഡോയും ജിസുവും വേളാങ്കണ്ണി പള്ളിക്ക് സമീപം ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. വേളാങ്കണ്ണിയിലെത്തിയ ശേഷം അവിടെ ചെറിയ ജോലിയിൽ പ്രവേശിച്ചതായും പറയുന്നു. അതിനിടയിൽ ചൊവ്വാഴ്ച വൈകിട്ട് വിഷം കുത്തിവെച്ച് അവശനിലയിൽ കാണപ്പെട്ട ആൻഡോയെ നാഗപട്ടണത്ത് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഭർത്താവ് മരിച്ചതറിഞ്ഞ ജിസുവും ലോഡ്ജിൽ പോയി വിഷം കുത്തിവെച്ച് മരിച്ചു. ആശുപത്രിയിൽ നിന്നും ജിസുവിനെ കാണാതായതിനെ തുടർന്ന് പോലീസും നാട്ടിൽ നിന്നെത്തിയ ബന്ധുക്കളും കൂടി ലോഡ്ജിലെത്തി. അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു മുറി. പോലീസ് ബലം പ്രയോഗിച്ച് മുറി തുറന്നു നോക്കിയപ്പോഴേക്കും ജിസുവും മരിച്ചിരുന്നു. ഇരുവരുടെയും സംസ്കാരം വ്യാഴാഴ്ച തിരുമുടിക്കുന്ന് ചെറുപുഷ്പം പള്ളിയിൽ നടക്കും. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച മൂടപ്പുഴയിലെ വീട്ടിൽ 3 വർഷം മുൻപാണ് ഇവർ താമസം തുടങ്ങിയത്. ജാതിക്ക കച്ചവടക്കാരനായിരുന്ന ആൻഡോ നിരവധി ഫൈനാൻസ് കമ്പനികളിൽ നിന്നും പേഴ്സണൽ ലോൺ ഉൾപ്പെടെ എടുത്തിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് നിരവധി വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്നതിലുള്ള നിരാശയും സാമ്പത്തിക ബാധ്യതയുമാണ് മരണത്തിന് കാരണമെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. വീടും മറ്റും വിറ്റ് തന്റെ കടങ്ങൾ വീട്ടണമെന്ന് കാണിച്ച് ചൊവ്വാഴ്ച സഹോദരിക്ക് ആൻഡോ വോയിസ് മെസ്സേജ് അയച്ചതായും പറയപ്പെടുന്നുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.